നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. നമസ്തേ പ്രസാദ്. നമ്മുടെ ശബരിമല, തിരുപ്പതി, തിരുപ്പുറക്കുണ്ട്രം, പിന്നെ ധർമ്മസ്ഥല, മഞ്ജുനാഥ ക്ഷേത്രം, ദക്ഷിണേന്ത്യയിലെ നമ്മൾ കരുതുന്ന ഏറ്റവും ശക്തമായ, വലുതെന്നോ സമ്പത്തൊന്നും പറയുന്നില്ല, ഏറ്റവും കരുത്തേറിയ 4 ക്ഷേത്രങ്ങളെ തകർക്കാനുള്ള കട്ടിംഗ് സൗത്തിൻ്റെ മറ്റൊരു രൂപം അതിൻ്റെ വളരെ ഗൂഢമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ധർമ്മശാലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിലേക്ക് 200 കോടി രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് അല്ലെങ്കിൽ ക്ഷേത്രത്തിനെ പുനരുദ്ധരിക്കാനാണെന്ന്. അല്ല, ആ ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി 200 കോടി രൂപ വന്നു എന്നാണ് ഇപ്പോഴത്തെ വാർത്തകൾ. ചിന്നയ്യ എന്നൊരാൾ ഇടയ്ക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു പുലബന്ധം പോലുമില്ലാതെ നടത്തിയ ജൽപ്പനങ്ങൾ, അത് കേട്ടിട്ട് ഭയചകിതരായ കർണാടക സർക്കാർ പ്രത്യേക സംഘമൊക്കെ രൂപീകരിച്ച് ആ ധർമ്മശാലയുടെ ചുറ്റും, അല്ലേ, ധർമ്മസ്ഥല ചുറ്റും കുഴിച്ചു നോക്കി. അവസാനം ഒരു തലയോട്ട് കിട്ടി. ആദ്യം 100 പേരെ കുഴിച്ചിട്ടെന്ന് പറഞ്ഞു, പിന്നെ 500-1000 ആയി, അവസാനം 1 കിട്ടി. അപ്പോൾ പിന്നെ കിട്ടിയത് പുരുഷൻ്റെതല്ല, സ്ത്രീയുടേതായിരുന്നു. 40 വർഷം മുമ്പ് സ്ത്രീയുടേതല്ല, പുരുഷൻ്റെതായിരുന്നു. 40 വർഷം പഴക്കമുള്ള തലയോട്. ഇടയ്ക്ക് ഒരു സ്ത്രീ വന്നിട്ട് തന്റെ മകളെ കാണാനില്ല എന്ന് പറയുന്നു. ഒടുവിൽ പോലീസ് അന്വേഷിച്ചപ്പോൾ ആ സ്ത്രീക്ക് മകളെ എല്ലാവരും വിവാഹം പോലും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു നമ്മുടെ ഒരു പെട്ടെന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകാൻ കൊതിച്ച് നടന്ന ഒരു ചലച്ചിത്ര താരമാണ് പ്രകാശ് രാജ്. കാരണം ചിന്നയ്യയുടെ മൊഴി പറഞ്ഞിരിക്കുന്നത് പ്രകാശ് രാജ് തനിക്ക് 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു, ഈ ധർമ്മസ്ഥലയ്ക്കെതിരെ രൂക്ഷമായ ആരോപണം ഉന്നയിക്കണം, അപ്പോൾ പോലീസ് എൻ്റെ പുറകെ പൊയ്ക്കോളും, അപ്പോൾ അവിടുത്തെ എല്ലാ വിശ്വാസങ്ങളെല്ലാം ഞങ്ങൾ തകർത്തോളാം എന്നൊരു ഇത് കൊടുത്തു ചിന്നയ്യ. പക്ഷേ ആ പണം 50 ലക്ഷം രൂപ കേട്ടപ്പോൾ അയാൾ സമ്മതിച്ചു. പക്ഷേ ഇപ്പോൾ അയാൾ വന്ന് കേരളത്തിൽ വെച്ചാണ് ആ ഗൂഢാലോചന നടന്നതെന്നാണ് ചിന്നയ്യ പറയുന്നത്. ചിന്നയ്യ പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. പക്ഷേ പ്രകാശ് രാജാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളതിന് വ്യക്തമായ മൊഴി ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്, അല്ലേ, കോടതിയിൽ. എന്താണ് ശരിക്കും? അതായത് കർണാടക ഹൈക്കോടതിയിൽ ഈ കേസിൻ്റെ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കണം എന്നാവശ്യപ്പെട്ട്, അതിന് നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് ചിന്നയ്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ആ ഹർജിയോടൊപ്പം ഒരു സത്യവാങ്മൂലം അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. ഈ ചിന്നയ്യ ഈ കേസിലെ 1ാം പ്രതിയാണ്. അതായത് ഒരു സുപ്രഭാതത്തിൽ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിനും അതിൻ്റെ ട്രസ്റ്റിനും ട്രസ്റ്റിക്കും ഒക്കെ എതിരെ വലിയ ആരോപണം ഉയരുന്നു. അതായത് ഈ ക്ഷേത്ര ദർശനത്തിന് വന്ന നിരവധി പെൺകുട്ടികളെ, ചെറുപ്പക്കാരായ, അതായത് യുവതികളെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും എന്നിട്ട് അത് ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ, ഇതിന് സമീപത്ത്, ഇതൊരു കുറച്ച് റിമോട്ടായിട്ടുള്ളൊരു ഏരിയയാണ്. ഈ ക്ഷേത്രം ഇരിക്കുന്നത് ഒരു ചെറിയ ടൗൺഷിപ്പാണ്. അപ്പോൾ അതിന് ചുറ്റുപാടായിട്ട് രഹസ്യമായിട്ട് കുഴിച്ചിടാൻ തന്നെ നിയോഗിച്ചു എന്നാണ് ചിന്നയ്യ പറയുന്നത്. താൻ 100-ലധികം ഡെഡ് ബോഡികൾ കുഴിച്ചിട്ടു എന്ന വെളിപ്പെടുത്തലാണ് നടത്തിയത്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു ലോറി ഉടമ, മനാഫ് എന്ന് പറയുന്ന ഒരു ലോറി ഉടമയാണ് ഇതിൻ്റെ തുടക്കം. നമുക്കറിയാം, അർജുൻ എന്ന് പറഞ്ഞ ഒരാൾ കർണാടകയിൽ ലോറിയോടൊപ്പം കാണാതായി ഒരു പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട്. ദിവസങ്ങളോളം ആ ഇടിഞ്ഞു വീണ മണ്ണ് പിന്നെ നീക്കം ചെയ്ത് അതിൻ്റെ ഉള്ളിലൊക്കെ തിരഞ്ഞിട്ട് ലോറി കണ്ടെത്താൻ പറ്റിയില്ല. അവസാനം ഏതാണ്ട് 2 മാസം കഴിഞ്ഞപ്പോൾ നദിയിലെ ഒഴുക്ക് കുറഞ്ഞപ്പോൾ നദിയിൽ ലോറി ഉൾപ്പെടെ കണ്ടെത്തുകയും ഈ മൃതദേഹം, അർജുൻ്റെ മൃതദേഹം ലോറിക്കുള്ളിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അന്ന് ഈ ലോറിയുടെ ഉടമസ്ഥൻ മനാഫായിരുന്നു. മനാഫ് അന്ന് ഈ രംഗങ്ങളെല്ലാം തൻ്റെ യൂട്യൂബിൽ ചിത്രീകരിച്ച് യൂട്യൂബിൽ ഇടുകയും അത് ക്ലിക്കാവുകയും ചെയ്തു. അങ്ങനെ ഒരു യൂട്യൂബറായി മാറിയ മനാഫ് പിന്നീട് തുടരെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ മനാഫാണ് ഒരു ദിവസം വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇങ്ങനെ ഒരാൾ തന്നോട് പറഞ്ഞിട്ടുണ്ട്, ധർമ്മസ്ഥലയിലെ ഒരു ശുചീകരണ തൊഴിലാളി തന്നോട് പറഞ്ഞിട്ടുണ്ട്, വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്, എല്ലാ തെളിവുകളും തൻ്റെ കൈവശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മനാഫ് രംഗത്ത് വരികയും കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവനും അതെടുത്ത് ആഘോഷിക്കുകയും ചെയ്തു. കാരണം ഈ സംഘപരിവാറിനെ അടിക്കാൻ എന്നുള്ള മട്ടിൽ ഇവർ ഹിന്ദുത്വത്തിനും ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾക്കും ഹൈന്ദവ ആരാധനാലയങ്ങൾക്കുമൊക്കെ എതിരെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഉറഞ്ഞു തുള്ളിയത്. ആരെങ്കിലും അടുപ്പിൽ ഒരു കലം വെള്ളം കൊണ്ട് തിളപ്പിക്കാൻ വെച്ചാൽ തന്നെ മാധ്യമങ്ങൾ പിറകെ ചെല്ലും. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ കർണാടക സർക്കാർ ഒരു SIT ഫോം ചെയ്തു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ
ചുമതലപ്പെടുത്തി അവരന്വേഷിച്ചു. ഇയാൾ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കുഴിച്ചു നോക്കി. വളരെ ആഴത്തിൽ ഒരു മൃതദേഹം കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഒരു 6 അടി. ഒരു മനുഷ്യൻ ഒറ്റയ്ക്കൊക്കെ ചെയ്യുമ്പോൾ അത് തന്നെ വലിയ പ്രയാസം. ഉറച്ച മണ്ണിൽ എന്തായാലും ഇയാൾ പറഞ്ഞ സ്ഥലത്തെല്ലാം കുഴിച്ചു നോക്കി. അവിടെയൊന്നും ഈ ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഒരു തലമുടി നാര് പോലും അവിടെ നിന്നും കിട്ടിയില്ല. പിന്നെ ഒരു സ്ഥലത്തുനിന്ന് ഒരു പഴക്കം ചെന്ന ഒരു അസ്ഥികൂടം അതിൻ്റെ തലയോട്ട് കിട്ടി. അത് സ്ത്രീയുടേതാണ് എന്ന ധാരണയിലാണ് പരിശോധനയ്ക്ക് അയച്ചത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അത് പുരുഷൻ്റെതാണ്. പിന്നെ അതുപോലെ അങ്ങനെ വളരെ വ്യാപകമായ രീതിയിൽ അന്വേഷിച്ചിട്ട് SITക്ക് ഒന്നും കിട്ടിയില്ല. അവസാനം ഇവർ ചിന്നയ്യെ പിടിച്ച് വരണ്ടുപോയ ചിന്നയ്യ പറഞ്ഞു, അയ്യോ സാറേ, ഇത് എന്നെ കൊണ്ട് പറയിച്ചതാണ്, ഞാൻ നിരപരാധിയാണ്, ഇതിൻ്റെ പുറകിൽ ഒരു വലിയ സംഘമുണ്ട്, അവരാണിതെല്ലാം ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് തമിഴ് നടനായ പ്രകാശ് രാജ് നിരന്തരം ഹിന്ദുക്കൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾക്കുമെതിരെ സംഘപരിവാറിനെ മുൻനിർത്തിക്കൊണ്ട് RSSനെയും BJPയെയും അടിക്കുന്നു എന്ന മട്ടിൽ ഹിന്ദുക്കൾക്കെതിരെ വ്യാപകമായ ആക്ഷേപം ചൊരിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളുണ്ടല്ലോ, അദ്ദേഹം സ്ഥിരം പള്ളിയിൽ പോകാറുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ഹൈന്ദവ വിശ്വാസി അല്ലെങ്കിൽ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാള് തിരിച്ച് അദ്ദേഹത്തിന്റെ മതത്തെ കുറ്റം പറയുന്നാൽ എന്താകും? കലാപത്തിനും വർഗീയ സ്പർദ്ധകളും ന്യൂനപക്ഷ പീഡനം ആരോപിച്ച് ഇവരെല്ലാം രംഗത്ത് വരും. പിന്നെ പ്രകാശ് രാജിനെ കൂടാതെ മഹേഷ് ഷെട്ടി തിമ്മരോടി എന്ന് പറഞ്ഞ ഒരാൾ, അതുപോലെ തന്നെ ഗിരീഷ് മട്ടന്നവർ. ഈ മഹേഷും ഗിരീഷുമാണ് ആ തലയോട്ട് ഇവിടെ കൊണ്ട് കുഴിച്ചിടാൻ ഏൽപ്പിച്ചത് എന്നൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. അതുപോലെ യൂട്യൂബർ സമീർ, ഇങ്ങനെ കുറച്ച് ആൾക്കാരാണ്. ഇവിടെ ഒന്നും ഈ മനാഫിൻ്റെ പേര് ഇപ്പോൾ അധികം ചർച്ച ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മനാഫി എന്നാണ് ഈ ഗൂഢാലോചന തുടങ്ങുന്നത്, കേരളത്തിൽ നിന്നാണ്. ഈ 200 കോടി രൂപ എന്നൊക്കെ പറയുന്നില്ലേ, അതിൻ്റെ ഉറവിടം അത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത്. ലഭ്യമായ വിവരങ്ങൾ വെച്ച് കേരളത്തിൽ നിന്ന് വലിയ തോതിൽ ഇതിന് പണം ഒഴുക്കിയിട്ടുണ്ട്. ഇതിന് മാധ്യമ ശ്രദ്ധ കിട്ടുന്ന വിധത്തിൽ പല പണികളും എടുത്തിട്ടുണ്ട്. അതിൽ മനാഫിനും പങ്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പം മനാഫ് പറയുന്നത് എനിക്ക് തെറ്റുപറ്റി, ചിന്നയ്യ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെയാണ്. ഇപ്പോൾ ചിന്നയ്യ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ സത്യവാങ്മൂലത്തിൽ പറയുന്നു, ഈ നമ്മുടെ ഈ ഗിരീഷ് മട്ടന്നവറും മഹേഷ് ഷെട്ടി തിമ്മരോടിയും കൂടെ ചേർന്ന് തന്നെ ഒരു ദിവസം രാത്രി 8 മണിക്ക് ഫോൺ വിളിച്ച് ഫോൺ കയ്യിൽ തരികയാണ്. ആ ഫോണിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് അങ്ങേ തലയ്ക്കൽ പ്രകാശ് രാജായിരുന്നു. പ്രകാശ് രാജ് പറഞ്ഞത്, ഇത് വിജയിച്ചാൽ തനിക്ക് ഞങ്ങൾ 50 ലക്ഷം രൂപ, 1/2 കോടി രൂപ നൽകുമെന്നാണ്. ചിന്നയ്യ പാവം അതിൽ വീണു. ഇയാൾ തമിഴനാണ്. അപ്പോൾ തമിഴനായ നടൻ പ്രകാശ് രാജ് പറയുമ്പോൾ അയാൾക്ക് കുറേ കൂടി അതിനകത്ത് വിശ്വാസ്യത വന്നു. അങ്ങനെ ഇയാൾ ഈ പ്രകാശ് രാജ് തമിഴിലാണ് സംസാരിച്ചത് കേട്ടോ. അങ്ങനെ പ്രകാശ് രാജ് പറഞ്ഞതനുസരിച്ച് ചിന്നയ്യ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതാണ് ഇപ്പോൾ ഇയാൾ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിലുള്ളത്. കർണാടക ഹൈക്കോടതി എന്ത് ചെയ്തു? വളരെ പെട്ടെന്ന് തന്നെ ഇവർക്കെല്ലാം നോട്ടീസ് അയച്ചു, എല്ലാവരും ഹാജരാകണം. ഈ ചിന്നയ്യയുടെ തുറന്നു പറച്ചിൽ അഫിഡവിറ്റാണ്. ഇത് വെറുതെ പോലീസിൽ പോയി വെള്ളപ്പേപ്പറിൽ മൊഴി എഴുതി കൊടുത്തിട്ട് താഴെ ഒപ്പിട്ടതല്ല, കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലമാണ്. അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അത് വ്യാജമാണെങ്കിൽ തീർച്ചയായിട്ടും ചിന്നയ്യ ശിക്ഷിക്കപ്പെടും. അപ്പോൾ അതറിഞ്ഞുകൂടാത്ത ആളല്ല ചിന്നയ്യ, അത് തീർച്ചയായിട്ടും വക്കീൽ വഴിയായിരിക്കുമല്ലോ പോയത്. അപ്പോൾ വക്കീൽ പറഞ്ഞു കൊടുക്കും, എടോ ഇത് താൻ തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ താൻ അഴിയെണ്ണും, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞു കാണും. എന്തായാലും ഈ മഹേഷ് ഷെട്ടി തിമ്മരോടി, ഗിരീഷ് മട്ടന്നവർ, ഇത് കൂടാതെ ഇനിയും കുറച്ച് പേര് കൂടെ ഉണ്ട്, വിത്തൽ ഗൗഡ, ജയന്ത്, ഇവരൊക്കെയാണ് ഈ ഗൂഢാലോചനയുടെ, പിന്നെ യൂട്യൂബർ സമീർ, ഇവരൊക്കെയാണ് ഗൂഢാലോചനയുടെ മുഖ്യ ശില്പികൾ എന്നാണ് ചിന്നയ്യ പറയുന്നത്. ഇത് വലിയ തോതിൽ കോടികൾ ഒഴുക്കിയിട്ടുണ്ടെന്നും ഈ ഫണ്ടിൽ ഭൂരിഭാഗവും, അതായത് ഈ ഒഴുക്കിയ കോടികളുടെ ഭൂരിഭാഗവും എത്തിയത് കേരളത്തിൽ നിന്നാണെന്നും ചിന്നയ്യയുടെ പിന്നെ മൊഴി സത്യവാങ്മൂലത്തിലുണ്ട്. ഇനി മറ്റൊന്ന്, ഈ ചിത്രദുർഗ സ്വദേശിയായ രാമനാഗരാജ് എന്നയാളാണ് പണം മുൻകൂറായിട്ട് നൽകിയത്. അതുപോലെ അത് ചിന്നയ്യയുടെ ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം വന്നിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളും രേഖകളും എല്ലാം ഈ സത്യവാങ്മൂലത്തോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിന്നയ്യ ഇവരെയെല്ലാം പെടുത്തി. പ്രകാശ് രാജും ഗിരീഷും
മട്ടന്നൂരും മറ്റവനും മറിച്ചവനും എല്ലാം ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. സർക്കാർ സമയത്ത് മൊത്തം കളിപ്പിക്കുകയായിരുന്നു. ഇത് മാത്രം ചെലവാണ്. തീർച്ചയായിട്ടും. അയ്യോ, വളരെ. മാത്രമല്ല SIT രൂപീകരിച്ചത് ഒരു വലിയ മഹാക്ഷേത്രം. അതായത് അവിടെ വരുന്ന ആൾക്കാർക്ക് സൗജന്യമായിട്ട് അന്നദാനം, അവിടെ ആഹാരം കഴിക്കാം, അവിടെ ഭക്ഷണം കിട്ടും, അവിടെ കുറഞ്ഞ നിരക്കിൽ താമസിക്കാം, ഭജനം ഇരിക്കാം. പിന്നെ അവിടെ ഈ പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ആ ഗ്രാമത്തിലെ മാത്രമല്ല അതിൻ്റെ ചുറ്റുമുള്ള പല പ്രദേശങ്ങളിലെയും പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്ന, അത് സൗജന്യമായി നടത്തി കൊടുക്കുന്ന ഒരു വലിയ ട്രസ്റ്റ് അവിടെ ഉണ്ട്. ആ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രമൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ അങ്ങനെയൊക്കെയുള്ള ഒരു മഹത്തായ സ്ഥാപനത്തെ, ഒരു ആരാധനാലയത്തെ കരിവാരി തേച്ച് കാണിക്കാനും അതിനെ നശിപ്പിക്കാനും അവിടേക്കുള്ള ഭക്തരുടെ ഒഴുക്ക് തടയാനും വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യം. ശശീല ടീച്ചറിന് ഒരു കുറിപ്പുണ്ടായിരുന്നു. അതായത് ഇത് ഒരുപാട് പേർക്ക്, ആയിരക്കണക്കിന് പേരെ സഹായിക്കുന്ന ട്രസ്റ്റാണ്. അത് നിരവധി സ്ഥാപനങ്ങളാണ്, സന്നദ്ധ സ്ഥാപനങ്ങളാണ് ഈ ട്രസ്റ്റിന്റെ കീഴിൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത്, മഞ്ജുനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത്. നമ്മുടെ കാസർഗോഡ് നടക്കമുള്ള നിരവധി നമ്മുടെ ഹൈന്ദവ കുടുംബങ്ങൾ, അമ്മമാരും അവരുടെ കുടുംബങ്ങളുമൊക്കെ കഴിഞ്ഞു പോകുന്നതും ഈ പലവിധ സേവനങ്ങൾ ചെയ്തു കൊടുത്ത് ഈ ട്രസ്റ്റിനും അല്ലെങ്കിൽ അതിന്റെ സ്ഥാപനങ്ങൾക്കും ജീവിച്ചു പോകുന്നു. അപ്പോൾ കേരളത്തിലുള്ള നമ്മുടെ ഹൈന്ദവ കുടുംബങ്ങളുടെ അടക്കം അന്നം മുട്ടിക്കുന്ന രീതിയിലുള്ള നടപടിയാണ് ഈ ഉണ്ടാകുന്നത്. കാരണം പ്രകാശ് രാജ് ഇതിന് ഇടപെട്ടു എന്നുള്ളത് ശശിൽ ടീച്ചർ വ്യക്തമായി പറയുന്നുണ്ട്. പ്രകാശ് രാജിന് ഇതിൽ ഇടപെടാനുള്ള പ്രചോദനം എവിടുന്ന് കിട്ടി? വളരെ ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ തുടക്കം കേരളത്തിൽ നിന്നാണ്. ഈ മനാഫിൻ്റെ ഒരു വെളിപ്പെടുത്തലോടുകൂടിയാണ് ഈ ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിനെതിരെ ഒരു എന്താ പറയുക, ഈ ദുരൂഹത ആരോപിച്ച് ഉടനെ അതിൻ്റെ പുറകിൽ മാധ്യമങ്ങൾ വരുന്നു, വലിയ രീതിയിൽ ചർച്ചയാകുന്നു, പോലീസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു, അല്ലേ? അപ്പോൾ ഇത് മനാഫിന് കൃത്യമായിട്ട് ഇതിനകത്ത് വളരെ വ്യക്തമായ പങ്കുണ്ട്. ഈ മനാഫിൻ്റെ അടുത്താണ് ചിന്നയ്യ ഇതൊക്കെ പറഞ്ഞതെന്നാണ് പറയുന്നത്. അപ്പോൾ മനാഫിനോട് ഇപ്പോൾ ചിന്നയ്യയുടെ അഫിഡവിറ്റിൽ മനാഫിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമുക്കറിയില്ല, വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വാർത്തകളിലൂടെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ മനാഫ് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്. അത് പിന്നീട് മനാഫ് തന്നെ തിരുത്തി പറഞ്ഞു, അല്ല ഞാൻ നിരപരാധിയാണ്, എനിക്കറിയില്ല, ചിന്നയ്യ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ, ചിന്നയ്യയാണ് തെറ്റിദ്ധരിപ്പിച്ചത്. ഡിജിറ്റൽ നിയമപ്രകാരം മനാഫും കുറ്റക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും, ഒരു സംശയവുമില്ല. ഇപ്പോൾ ഇവർ പറയുന്ന ചിന്നയ്യ തന്നെ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇവരുടെ നിർബന്ധം കൊണ്ടാണ്, ഇവരെനിക്ക് പണം ഓഫർ ചെയ്തിരുന്നു, വാഗ്ദാനം ചെയ്ത പണം കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിതെല്ലാം ചെയ്തത്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ചിന്നയ്യ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ചിന്നയ്യ ഈ കേസിൽ മാപ്പുസാക്ഷിയാകുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ കേസ് ഇപ്പോൾ ആദ്യം അന്വേഷണം ധർമ്മസ്ഥലയ്ക്കും മഞ്ജുനാഥ ക്ഷേത്ര ട്രസ്റ്റിനും ട്രസ്റ്റിക്കും ഒക്കെ എതിരെയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് നേരെ തിരിഞ്ഞ് ചിന്നയ്യയ്ക്കും പ്രകാശ് രാജിനും ഗിരീഷ് മട്ടന്നവരകും തിമ്മോരുകടിക്കും ഒക്കെ സമീറിനും ഒക്കെ എതിരെയായി. എന്തായാലും സത്യം എന്നായാലും തെളിയും. ഒരിക്കലും സത്യം മൂടി വയ്ക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. അതിപ്പോൾ വളരെ കൃത്യമായിട്ട് പുറത്തു വന്നിരിക്കുന്നു.